Praise you, Jesus. Thank you, Jesus. Hallelujah. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഒരു നിമിഷം ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, വളരെ സന്തോഷത്തോടുകൂടി. കാരണം ഇവിടെ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ് പ്രഘോഷിക്കപ്പെടുന്നത്. എല്ലാവരെയും സ്നേഹിക്കുന്ന, ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് യേശു കൽപ്പിച്ചു. അതുപോലെ തന്നെ എന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നും ധൈര്യം തന്ന് ഓർമ്മിപ്പിച്ചു. അതുകൂടാതെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ഇതെല്ലാം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടും ദൈവത്തിന്റെ വചനം എല്ലായിടത്തും എത്തട്ടെ എന്ന ആഗ്രഹത്തിൽ ഇവിടെ വന്നു നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു, ജീവിക്കുന്ന ദൈവം, സകലരെയും രക്ഷിക്കുന്ന ദൈവം, സകലരെയും സ്നേഹിക്കുന്ന ദൈവം, അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ നോട്ടത്തിൽ ഒരാളും വേണ്ടെന്ന് വെക്കപ്പെട്ടവനല്ല, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് യേശുക്രിസ്തുവിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവം തമ്പുരാനായ യേശുക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യനായി പിറന്ന് മനുഷ്യരെ പോലെ ജീവിച്ചു. പാപമൊഴികെ ഒരു പാപവും ചെയ്യാതെ ജീവിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പാപപരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ വന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാവരും അറിയട്ടെ എന്നോർത്തുകൊണ്ട് മാത്രമാണ് പള്ളികളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ പ്രഘോഷിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിന് ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം ദൈവം തന്നെ പറഞ്ഞു തന്നു. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. ആ ദൈവം തന്നെ നമ്മളോട് പറയുന്നു, നമ്മൾ അകന്നു പോകുമ്പോഴും പാപം ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അത് മനസ്സിലാക്കിയ ദൈവം നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് നമ്മുടെ പുറകെ നടന്ന് പിന്തുടർന്നുകൊണ്ട്